അല്ല, അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണല്ലോ. അത് ആ രീതിയിലാണ് അതൊക്കെ കൈകാര്യം. അല്ല, അവരുടെ അവരുടെ നേതൃത്വത്തിലുള്ള തെറ്റിദ്ധാരണയാണ്. ജനങ്ങളുടെ തെറ്റിദ്ധാരണയാണല്ലോ മാറ്റേണ്ടത്. അവർക്കെല്ലാം ധാരണയുണ്ട്. തെറ്റിദ്ധാരണ ഈ സാധാരണ ജനങ്ങൾക്കാണ്. അവരുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ. ഞാൻ പറഞ്ഞതിൽ അതൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പോഴും 33.35% വോട്ട് 3.5% വോട്ട് CPM കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. എല്ലാം തിരിച്ചു പോയിരിക്കുകയാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പാർട്ടിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന വളരെയേറെ ശ്രദ്ധേയമായ ഒരു തലമാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ കോൺഗ്രസും BJP എല്ലാം പറയും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സീറ്റ് മുൻകൈ കിട്ടിയിട്ടുണ്ടെന്നാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 123 സീറ്റിൽ മുൻകൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ 111 സീറ്റിലേ ഉള്ളൂ. അന്ന് BJPക്ക് 1 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അവർക്ക് 11 സീറ്റുണ്ട്. അവർ ഇതിനു മുമ്പ് കേന്ദ്രത്തിലും ജയിച്ചിട്ടുണ്ട്. കേന്ദ്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴ ജയിച്ചിട്ടുണ്ട്. NDA സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നേമത്ത് ജയിച്ചിട്ടുണ്ട്. അതെല്ലാം അക്കൗണ്ട് കൂട്ടിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനിയും മുമ്പോട്ടേക്ക് വന്നാൽ ഒരു സംശയവും CPM-നില്ല. ഈ 111 സീറ്റ് 123 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കയ്യിലുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് മുൻകൈയുള്ളപ്പോഴാണ് 99 സീറ്റിൽ ഞങ്ങൾ ജയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചത്. അതേപോലെ ഇത് കേന്ദ്ര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരിക. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഇക്വേഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്നത്. അത് നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ അതിൻ്റെ എല്ലാം അടിത്തറ വിവരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരാൻ കഴിയും, തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും CPM-ന്. അത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അതിൽ ഞങ്ങൾ കാണുന്നത് സംഘപരിവാർ അജണ്ടയിലേക്ക് നീങ്ങാൻ ഇടയുള്ള അല്ലെങ്കിൽ നീങ്ങി വരുന്ന SNDP-യുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ശരിയായ SNDP രാഷ്ട്രീയം തന്നെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് വരണം. അത് മതനിരപേക്ഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് നിങ്ങൾ കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഒഴിവാക്കണ്ട. അതിലെല്ലാം കൂടി ചേർത്തിട്ട് നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടി എടുത്ത് നിങ്ങൾ ഇതാ മാത്രം മനോരമയോ എന്നാൽ പിന്നെ ഉറപ്പില്ലേ വരാൻ പോകുന്ന ഇതായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ പറയാം. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ദേശീയ രാഷ്ട്രീയം, അതായത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. ആ പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ എന്ന കൂട്ടുകെട്ടിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. ഞങ്ങൾ നിർത്തിയ സീറ്റിൻ്റെ തന്നെ എണ്ണം കുറവാണല്ലോ. അപ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം BJP-യെ താഴെ ഇറക്കുക എന്നുള്ള മുദ്രാവാക്യം ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങളെക്കാളും കൂടുതൽ കോൺഗ്രസിനാണല്ലോ എന്ന ചിന്തയാണ് ഞാൻ പറഞ്ഞത്. അവിടെ വേറെ വ്യാഖ്യാനം വേണ്ട. അതിന് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞില്ലേ? മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങളിപ്പോൾ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെന്റ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPI വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാതെ രീതിയിൽ അമ്മാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇതേ ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നയാ? അപ്പോൾ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതായിരിക്കും ഇതേ ശൈലി തുടരും എന്ന് MP പോകുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ അങ്ങനെ ആക്കിയാൽ മതി.
പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തി മുൻഗണന തീരുമാനിച്ച് ഞങ്ങളുടെ ഭാവി പരിപാടികൾ പൂർണ്ണമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് കൈകാര്യം. അത് നിങ്ങളെ വാർത്ത കൊടുത്തല്ലോ. അതായത് മന്ത്രിയൊക്കെ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി പ്രോജക്ട് നടത്തപ്പെടുന്ന ജനാധിപത്യ മുന്നണിയാണല്ലോ. അതിൽ പാർട്ടി CPI പ്രധാനപ്പെട്ട ഘടകമാണ്. അത് സംബന്ധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതൊക്കെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്.